ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് വന്നേക്കുന്ന ഒരു പുതിയ ക്രെഡിറ്റ് കാർഡ് ന്യൂസ് ആയിട്ട് തന്നെയാണ്. നമ്മുടെ ആക്സിസ് ബാങ്കും അതുപോലെ തന്നെ അമേരിക്കൻ എക്സ്പ്രസും കൂടിയിട്ട് ടൈപ്പ് ചെയ്തിട്ട് അവരുടെ ഒരു പുതിയ ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ ലോഞ്ച് ആയിട്ടുണ്ട്. ആക്സിസ് ബാങ്കിന്റെ പ്രിവിലേജ് ക്രെഡിറ്റ് കാർഡ് എന്നാണ് ആക്ച്വലി പേര്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, അമേരിക്കൻ എക്സ്പ്രസ് എന്ന് പറയുന്നത് ഒരു നമ്മുടെ വിസ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു പേയ്മെന്റ് പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അവരുടെ പ്ലാറ്റ്ഫോമിന് കുറേ സ്പെഷ്യാലിറ്റി സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, പേരിൽ ഉണ്ട്, അമേരിക്കൻ കമ്പനിയാണ്. അപ്പോൾ കുറേ പേർക്ക് ഈ അമേരിക്കൻ എക്സ്പ്രസിന്റെ കാർഡുകൾക്ക് കാർഡ് എടുക്കാൻ ഭയങ്കര താല്പര്യമായിരിക്കും. അപ്പോൾ ഡയറക്റ്റ് അമേരിക്കൻ എക്സ്പ്രസിന്റെ കാർഡ് നമുക്ക് ഇന്ത്യയിൽ ലിമിറ്റഡ് സ്ഥലത്ത് മാത്രമേ അവൈലബിൾ ഉള്ളൂ. പിൻകോഡ് ഇഷ്യൂ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് ആക്ച്വലി ആക്സിസ് ബാങ്കിന്റെ കാർഡ് വേണമെങ്കിൽ എടുക്കാം, പ്രത്യേകിച്ച് ഈ പുതിയ കാർഡ്. ഇതിന് കുറച്ച് വെൽക്കം ബെനിഫിറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതല്ലാണ്ട് നമുക്ക് ICICI ബാങ്കിന്റെ ഉണ്ട്, SBI ഉണ്ട്. ഇവരൊക്കെ നമുക്ക് ഓൾറെഡി അമേരിക്കൻ എക്സ്പ്രസിന്റെ ആയിട്ട് ടൈപ്പ് ഉള്ള കാർഡ് ഇറക്കുന്നുണ്ട്. അത് വേറെ കാര്യം. അപ്പോൾ ഈ പുതിയ കാർഡുകളുടെ പ്രിവിലേജ് ക്രെഡിറ്റ് കാർഡ് അതിന്റെ പേര് വരുന്നത്. അതിന്റെ വെൽക്കം ബെനിഫിറ്റിന്റെ ഡീറ്റെയിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് 5000 രൂപയുടെ വെൽക്കം ബെനിഫിറ്റ് വേർത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എയർപോർട്ട് ലോഞ്ചസ്, അതായത് ഒരു ഇയറിൽ നമുക്ക് 8 എണ്ണം കിട്ടുന്നുണ്ട്. അത് നല്ല കാര്യം തന്നെയാണ്. പിന്നെ നമുക്ക് എന്താ പറയാ, സ്വിഗ്ഗി, സൊമാറ്റോ, ബ്ലിങ്കിറ്റിലൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല ക്യാഷ് ബാക്കും സംഭവം കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് 10 എഡ്ജ് റിവാർഡ് പോയിന്റ് കാറ്റഗറി നമുക്ക് ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഓൾമോസ്റ്റ് ഫുൾ ഡീറ്റെയിൽസ് സംഭവങ്ങളൊക്കെ. ഇതിന്റെ ഓവറോൾ ഡീറ്റെയിൽസ് ഒന്നും അവർ കൊടുത്തിട്ടില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ഞാൻ ആക്ച്വലി ഇതിൽ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയിട്ടില്ല. ഞാൻ ജസ്റ്റ് ഒന്നും കൂടി നോക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ നമുക്ക് പറയാട്ടോ. അപ്പോൾ ഇതിന്റെ സംഭവം എന്ന് വെച്ചാൽ നമുക്കിതിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എഡ്ജ് റിവാർഡ് പോയിന്റും സംഭവങ്ങളൊക്കെ എക്സ്ട്രാ വരുന്നുണ്ട്. അതായത് നമുക്ക് 12,500 എഡ്ജ് റിവാർഡ് പോയിന്റ് നമുക്ക് റിഡീം ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ജോയിൻ ചാർജ് സംഭവങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്ടിവേഷൻ ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് എഡ്ജ് റിവാർഡ് പോയിന്റും കിട്ടുന്നുണ്ട്. നമുക്ക് ഈ 5000 രൂപയുടെ വൗച്ചർ അല്ലാണ്ട് തന്നെ നമുക്ക് എഡ്ജ് റിവാർഡ് പോയിന്റും കിട്ടുന്നുണ്ട്. അതൊരു നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ നമുക്ക് മൈൽ സ്റ്റോൺ ബെനിഫിറ്റ് ആയിട്ട് 2.5 ലാക്ക് നമ്മൾ മൈൽ സ്റ്റോൺ ആയിട്ട് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി എഡ്ജ് റിവാർഡ് പോയിന്റ് എക്സ്ട്രാ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് എന്താ ഉള്ളത്, ആനുവൽ ഫീയോ 1500 രൂപയാണ് ആനുവൽ ഫീ വരുന്നത്. അപ്പോൾ ഒരു പ്രീമിയം എന്ന് പറയാൻ പറ്റില്ല, ഒരു മിഡിൽ കാറ്റഗറിയിൽ വരുന്ന ഒരു കാർഡെന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് 2.5 ലക്ഷം സ്പെൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആനുവൽ ഫീ വേവ് ഓഫ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എയർപോർട്ട് ലോഞ്ചസ് സംഭവം കിട്ടുന്നുണ്ട്. ഒരു കൊല്ലത്തിൽ 8 എണ്ണം കിട്ടുന്നുണ്ട്. ഇതിന്റെ ചാർജ് നമുക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇതിൽ നമുക്ക് ആനുവൽ ചാർജും ജോയിനിങ് ചാർജും വരുന്നത് 1500 രൂപയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഫൈനാൻസ് ചാർജ് വരുന്നത് 3.6% പെർ മന്ത്. അപ്പോൾ കുറച്ച് കൂടുതലാണ്. ക്യാഷ് വിഡ്രോവൽ ഫീസ് വരുന്നത് 2.5%, അല്ലെങ്കിൽ മിനിമം 500 രൂപ. ബാക്കി ക്യാഷ് റീപ്ലേസ്മെന്റിനൊക്കെ നമുക്ക് ആദ്യത്തെ ഫ്രീ ഒക്കെയാണ് കേട്ടോ. ഓവർ ലിമിറ്റ് പെനാൽറ്റി 2.5% വരുന്നത് കേട്ടോ. ഓവർ ലിമിറ്റ് എമൗണ്ടിന്റെ 2.5%. അപ്പോൾ ഓവർ ലിമിറ്റ് ഒന്നും എടുക്കാനത്തേക്ക് ആയിരിക്കും നല്ലത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം, 30%, 40% ഒക്കെ മുകളിൽ ഉപയോഗിക്കുന്നത് നമുക്ക് ഓൾറെഡി സിബിൽ സ്കോറിനൊക്കെ പറ്റും. ചെയ്യും. അപ്പോൾ ഫുൾ ഉപയോഗിക്കുകയാണെങ്കിൽ പിന്നെ കാര്യം പറയണ്ടല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ കാർഡിന്റെ കുറച്ചും കൂടി ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഒരു എന്താ പറയാ, ഒരു നമ്മുടെ പ്രീമിയം കാറ്റഗറിയിലത്തെയും അതുപോലെ തന്നെ ഒരു എൻട്രി ലെവൽ കാറ്റഗറിയുടെയും ഇടയിലായിട്ട് വരുന്ന ഒരു കാർഡാണ് നമ്മുടെ ഈ SBI ക്യാഷ് ബാക്ക് കാർഡൊക്കെ പോലെ തന്നെ 1500 രൂപയുടെ റേഞ്ചിൽ വരുന്ന ഒരു കാർഡാണ്. അപ്പോൾ വെറുത്താണോ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ആവറേജ് തന്നെ നമുക്ക് പറയാനുള്ളൂ. ഇതിന്റെ ഓവറോൾ ബെനിഫിറ്റ്സും സംഭവങ്ങളൊക്കെ നോക്കി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇതിന് എലിജിബിലിറ്റി കറക്റ്റായിട്ട് പറയുന്നത് 18 to 20 വയസ്സ് വരെ നമുക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നെറ്റ് ഇൻകം നമുക്ക് കൊല്ലത്തിൽ 6 ലക്ഷമെങ്കിലും മിനിമം വേണം കേട്ടോ. അതുപോലെ തന്നെ പാൻ കാർഡ് ഫോം 60 മതി, അല്ലെങ്കിൽ പേ സ്ലിപ്പ് IT റിട്ടേൺ കോപ്പിയാലും മതി. പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, റേഷൻ കാർഡ്, ഇലക്ട്രിസിറ്റി ബില്ല് എല്ലാം മതി. നോർമൽ ഈ ID നമ്മുടെ എന്താ പറയാ, ഈ ഇൻകം പ്രൂഫ് സംഭവങ്ങളൊക്കെ അത് ഡിപ്പെൻസ് ആണ് കേട്ടോ. നമ്മുടെ പ്രൊഫൈൽ അനുസരിച്ച് ഡിപ്പെൻഡ് ആണ്. അത് ഇപ്പം മെജോറിറ്റി ആൾക്കാർക്ക് ചോദിക്കാറില്ല, പ്രത്യേകിച്ച് ഓൾറെഡി ഒരു ക്രെഡിറ്റ് കാർഡൊക്കെ യൂസർ ആണെങ്കിൽ നമുക്ക് ചോദിക്കാറില്ല. അപ്പോൾ ഞാൻ എന്തായാലും ആക്സിസ് ബാങ്കിന്റെ കാർഡ് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വേണമെങ്കിൽ താഴെ കൊടുക്കാം. സെറ്റാപ്പിന്റെ ലിങ്ക് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമാണെങ്കിൽ കൊടുക്കാം കേട്ടോ. എന്ന് വെച്ചാൽ ഇത് പക്ഷെ ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നില്ലേ കാർഡ്. ഒരു എന്താ പറയാ, വലിയ ഒരു കിടിലൻ കാർഡൊന്നും പറയാനില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ ആക്സിസ് ബാങ്കിന് കുറേ പ്രോബ്ലങ്ങൾ കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങോട്ട് റെക്കമെൻഡ് ചെയ്യുന്നാലും ഇപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ നിയോ കാർഡ്, ഇപ്പോൾ ആക്സിസ് ബാങ്കിന്റെ നിയോ ക്രെഡിറ്റ് കാർഡ് അല്ല, അതിപ്പോൾ ലൈഫ് ടൈം ഫെയർ എടുക്കുന്നുണ്ട്. അപ്ലൈ ചെയ്യുന്ന അപ്ലൈ ചെയ്യണം. ഞാൻ അപ്ലൈ ചെയ്യുന്നത്, പക്ഷേ എത്ര നേരമായിട്ട് അത് ഒരു വിവരമില്ല. അത് ഞാൻ എന്നിട്ട് ഇപ്പോൾ എക്സ്ട്രാ കംപ്ലൈൻറ്റ്സ് നമ്മളൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആക്സിസ് ബാങ്ക് ആകെ കുറച്ച് തലകറങ്ങിയിട്ടിരിക്കുന്നു. അത് തലകറങ്ങിയിട്ടാണ്. അപ്പോൾ ഇപ്പോൾ അതിനിപ്പോൾ ഒന്നുകൂടി തലകറങ്ങിയിട്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ലേറ്റും സംഭവമൊക്കെ ഔട്ടാ സംഭവം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തായാലും സംശയിക്കേണ്ട കമന്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമന്റ് റിപ്ലൈ ചെയ്യുന്നതാണ്. അടുത്ത വീഡിയോ കാണാം. ഡിസ്ക്രിപ്ഷൻ ചെക്ക് ഔട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.